അമ്മമ്മേ, ആ വന്നോ അമ്മമ്മയുടെ കാന്താരി? പിന്നെ അമ്മമ്മയുടെ സപ്തതിക്ക് ഞാൻ വരില്ലെന്ന് കരുതിയോ? നിന്റെ അമ്മയുടെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ ആരും വരില്ലെന്ന്. അത് കൊള്ളാം, ഞങ്ങളുടെ അമ്മമ്മയുടെ സപ്തതിക്ക് പിന്നെ വരാതെ? ഇതൊക്കെ അമ്മമ്മയുടെ തോന്നലല്ലേ, അല്ല മാധവിയമ്മ? എന്നിട്ട് ഇപ്പഴാണോ കേറി വരണേ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പെണങ്ങല്ലേ എന്റെ അമ്മമ്മ. വേണ്ട, ഇപ്പൊ വന്ന് വന്ന് പാർവതിയമ്മയെ കാണാൻ ആർക്കും സമയമില്ലാണ്ടായിരിക്കണു. എല്ലാം എന്റെ കർമ്മഫലം. എന്താ എന്റെ പാർവതിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനി ഇവിടെ ഇരുന്ന് സെന്റ് അടിച്ചോണ്ടല്ലോ. 2 ദിവസം ഞാനിവിടെ ഉണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കണം. 2 ദിവസോ? നല്ല കഥ. ക്ഷേത്രത്തിലെ ആറാട്ടിന് ശേഷമേ എല്ലാവരും ഇവിടുന്ന് പോകൂ. അയ്യോ അമ്മമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചതാ. അതല്ല അമ്മമ്മ. പോയി കുളിക്കൂട്ടി. ഇത്ര ദൂരം യാത്ര കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യം കുളിക്കല്ലേ വേണ്ടേ? എന്നിട്ട് പൂജാമുറിയിൽ പോയി നല്ലോണം പ്രാർത്ഥിക്കും. ഇരുട്ടായില്ലേച്ചാ കാവിലും പോയി തൊഴും. എന്താ കുഞ്ഞെ നീ ഇങ്ങനെ നിക്കണേ? പോയി കുളിക്കൂട്ടി. കുഞ്ഞി, ഇച്ചേച്ചി, എവിടെയാ നമ്മുടെ റൂം? അതൊക്കെ നേരത്തെ തന്നെ ഞാൻ മുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. നീ വാ, നമ്മുടെ പഴയ റൂം തന്നെ. അതേതായാലും നന്നായി ചേച്ചി. അല്ലെങ്കിൽ പിന്നെ സന്ധ്യക്ക് ബഹളം വെച്ചു, ഒച്ചത്തിൽ പാട്ട് പാടി, ഡാൻസ് കളിച്ചു എന്നിങ്ങനെയുള്ള പരാതിയൊന്നും കേൾക്കണ്ടല്ലോ. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും വഴക്ക് കേൾക്കാനേ നേരം കാണുള്ളൂ. അല്ലേ ചേച്ചി, പണ്ടത്തെ പോലെ ആ വേട്ടാവെളിയനും അവന്റെ ചേട്ടനും മുകളിൽ തന്നെയാണോ അതോ? അതൊന്നും എനിക്കറിയില്ല. നീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു കൂട്ടാതെ ഇങ്ങ വാ. മാധവിയമ്മ, എനിക്ക് കുറച്ച് രസം എടുത്ത് തരുമോ? പിന്നെന്താ കുഞ്ഞെ? അയ്യോ കുഞ്ഞെ, തോന്നല്ലോ. തെണ്ടി, ഇവന് നമുക്കൊരു പാഷാണം കലക്കി കൊടുക്കും. കുഞ്ഞെ, കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മാധവിയമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. വേണ്ട മാധവിയമ്മ, സാരല്ല, എനിക്ക് തീരെ വിശപ്പില്ല, ഞാൻ എനിക്കാം. കുഞ്ഞി നിക്ക്, കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ടമ്മ, വിശപ്പില്ല. എന്താ പാർവതിയമ്മേ കഴിച്ചു കഴിഞ്ഞിട്ട് എണീക്കാത്ത? ഇനി എന്തേലും കൂടെ? ഒന്നുമില്ല മാധവി, നീ കണ്ടില്ലേ, കഴിക്കാനിരുന്നപ്പോ പോലും ആരും ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അന്യരെ പോലെ വന്നിരുന്ന് കഴിച്ചിട്ട് പോകുന്നു. പണ്ടൊക്കെ ഊണുമേശയിൽ പോലും എന്ത് സന്തോഷമായിരുന്നല്ലേ. എല്ലാം പോയി. എൻ്റെ കുട്ടികൾ എന്താ മാധവി ഇങ്ങനെയായിപ്പോയെ? ഇതൊക്കെ കാണാനും കേൾക്കാനും എന്നെ മാത്രം എന്തിനാണോ ഈശ്വരൻ ഇവിടെ ഇട്ടിരിക്കുന്നത്? മതിയായി മാധവി. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ പാർവതിയമ്മ, എല്ലാം ശരിയാവും. ഈ ഒത്തുകൂടല് പാർവതിയമ്മ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതല്ലേ. ഇതെല്ലാത്തിൻ്റെ ഒരു തുടക്കമാട്ടെ. എൻ്റെ മക്കളോ ഇങ്ങനെയായിപ്പോയി. എൻ്റെ ചെറുമക്കളെങ്കിലും പരസ്പരം പോരിടാതെ ജീവിക്കണം. അതെൻ്റെ ആഗ്രഹം അല്ല, വാശിയാ. 3-4 ദിവസം കൊണ്ടൊന്നും അവരാരും നന്നാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒത്തുചേരല് എന്തിൻ്റെയെങ്കിലും തുടക്കമാവട്ടെ. ഇച്ചിച്ച് വാ, ഡാൻസ് കളിക്കാം. എന്റെ കുഞ്ഞ്, നീ അതിന്റെ വോളി ആദ്യം കുറയ്ക്ക്. എന്തൊരു സൗണ്ടാ! എന്തിന്? ഈ പാട്ടൊക്കെ നല്ല വോളിയത്തിൽ വേണ്ട കേൾക്കാൻ, എന്നാലല്ലേ നല്ല ഗുമ്മുള്ളൂ.
ഒന്ന് വായി ചേച്ചി, എന്റെ കാര്യം. നിർത്തി കൊടുക്കുന്നുണ്ട് ഞാൻ. നീ അവിടെ പോവാ. വലിയ കേട്ടില്ല ഒച്ചത്തിൽ പാട്ട് വെച്ചേക്കുന്നത്. ഇതവള് മനപ്പൂർവ്വം നമ്മളെ ശല്യം ചെയ്യാൻ. ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇരിക്കടാ അവിടെ. നിന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞേ? വലിയ കേട്ടാ. എന്താ ചുമ്മാ വെറുതെ വഴക്കിടാൻ പോണ്ട. അവള് കുഞ്ഞല്ലേ, അവള് കേക്കട്ടെ. കുഞ്ഞോ? അവളോ? വലിയുടെ ചുമ്മാ അവളുടെ സൈഡ് പിടിക്കല്ലേ. കുഞ്ഞ. ഇനി അവൾ എത്ര വളർന്നാലും എനിക്ക് അവള് കുഞ്ഞ് തന്നെയാ. വലിയേട്ടിന് മാത്രമേ അവള് കുഞ്ഞ്. ആ പിശാശാരോ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഇന്നത്തോടെ അവളുടെ പാട്ട് ഞാൻ നിർത്തിക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ നീ. അല്ലെങ്കിൽ കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് ചെന്ന് പറയും. നിങ്ങളല്ലല്ലോ അങ്ങനെ. കുറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. വാ. ഞാനില്ല കുഞ്ഞി, എനിക്കെന്തോ ഒട്ടും മൂടില്ല. പീരീഡ്സ് ആവാറായതുപോലെ. അയ്യോ ചാച്ചക്കല്ലേ, ഈ ചേച്ചി പീരീഡ്സ് എങ്ങനെ ആയ പിന്നെ അമ്മമ്മ ഇവിടെ വെച്ചേക്കത്തില്ല. അതാ ഞാനും ആലോചിക്കുന്നത്. പീരീഡ്സ് എങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനും പറ്റില്ല, ആകെ മൊത്തം കുളമാകും. എന്തായാലും അതിനായില്ലല്ലോ, ടെൻഷൻ ആവണ്ട. ഞാനീ വരാന്തയിൽ കൂടെ കുറച്ചു നേരം നടക്കട്ടെ. ഇവിടെ മുകളില് വരാന്തയിൽ നിന്ന് നിലാവ് കാണാൻ നല്ല രസാ. അയ്യോ എന്റെ കുഞ്ഞ മതി. പാർവതിയമ്മ ഇതെങ്ങാനും കണ്ടാ പിന്നെ കുഞ്ഞിനെ കൊണ്ട് ജോലി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് എന്നെ വെച്ചേക്കത്തില്ല. അങ്ങനെയൊന്നും ഇല്ല എന്റെ മാധവിയമ്മ. വെറുതെ എന്നെ വഴക്ക് ഏൽപ്പിക്കല്ലേ എന്റെ കുഞ്ഞ. അല്ല മാധവിയമ്മ, നാളെ രാവിലത്തേക്ക് എന്താ ഉണ്ടാക്കുന്നേ? ഇഡ്ലി സാമ്പാറും മതിയെന്നാ പാർവതിയമ്മ പറഞ്ഞേ. നാളെ കുറച്ച് കൂടുതൽ രസം ഉണ്ടാക്കണം. അതെ, കുഞ്ഞിക്ക് ഇന്നത്തെ രസം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അല്ലേലും പണ്ടോട്ടെ കുഞ്ഞിക്ക് രസം ഇഷ്ടാ. മനുവിനാണെങ്കിൽ രസം കണ്ണെടുത്താ കണ്ടൂടാ. ഇന്ന് അവൻ അത് മുഴുവൻ എടുത്ത് കുടിച്ചപ്പോ ഞാൻ തന്നെ അതിശിച്ചു പോയി. വേറെന്താ, കുഞ്ഞെ ദേഷ്യം പിടിപ്പിക്കണം, അത്ര തന്നെ. അതെ, അതുങ്ങൾ എപ്പോഴും കീരിയും പാമ്പും തന്നെയാ. മാധവിയമ്മ. എന്താ കുഞ്ഞ? നാളെ തൊട്ട് മാധവിയമ്മ തന്നെ ഇവിടെ ഭക്ഷണം പാചകം ചെയ്താൽ മതി, കേട്ടല്ലോ. ഇവിടെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണം. കണ്ടില്ലേ കുഞ്ഞ് ഇന്ന് ഒന്നും കഴിക്കാതെ പോയത്? അത് പിന്നെ കുഞ്ഞിക്ക് രസമൊന്നും വായി വെക്കാൻ കൂടെ കൊള്ളില്ലായിരുന്നു. ഒന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് അത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കാൻ നിൽക്കല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. നിനക്കും നിന്റെ മക്കൾക്കും കഴിക്കണമെങ്കിൽ നീ വെച്ചുണ്ടാക്കണം. നിനക്കൊക്കെ വെച്ചു വിളമ്പി തരാൻ എന്റെ ഭാര്യ ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ നിങ്ങളുടെ ഭാര്യ ഇവിടുത്തെ വേലക്കാരി അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ അടുക്കളയിൽ കയറാതിരിക്കാം. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം, അല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. അനു നിർത്തിക്കോ. പറഞ്ഞു ഇനി കാട് വരണം. ഇവൾ എന്റെ ഭാര്യയാണെങ്കിൽ നിന്നെ പോലെ തന്നെ ഇവക്ക് ഇവിടെ കയറാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതിന് നിന്റെ സമ്മതപത്രം ഇവിടെ ആവശ്യമില്ല. അനി, നീ അകത്ത് കയറിപ്പോ. ഇവള് പറഞ്ഞൊന്നും അമ്മ കേട്ടില്ലേ? കേട്ടു. അവക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, നീ പോ. അമ്മ, ഇവള് നിന്നോടകത്ത് കയറി പോകാനല്ലേ ഞാൻ പറഞ്ഞത്. അതോ ഇനി രണ്ടും കൂടി ഇവിടെ കിടന്ന് തമ്മി തല്ലി ചാവാനാണെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോ രണ്ടാളും. പിന്നെ അമ്മേനെ വിളിച്ചോണ്ട് ഈ പടി കയറി പോരുത്. പാർവതിയമ്മ മരിച്ചു എന്നങ്ങ് കരുതിക്കോ. അമ്മ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇവിടെ നിർത്തുക. നീ ജയിച്ചു എന്ന് കരുതണ്ട. ഹനു, ഇവളെന്റെ മരുമോളല്ല, മോളായിട്ട് തന്നെയാ എനിക്ക് അവള്. ഈ വീട്ടില് എനിക്കും നിനക്കും ഉള്ള അതേ അവകാശം സൂസനുമുണ്ട്. നിന്റെ ഭരണം അതിന്റെ അടുത്ത് വേണ്ട, കേട്ടല്ലോ. ഈ 4-5 ദിവസം എന്റെ മക്കൾക്കൊന്ന് തല്ലുകൂടാതിരിക്കാൻ പറ്റുമോ?
ഈ അമ്മ അപേക്ഷിക്കുക. അത് മാത്രമേ അമ്മയ്ക്ക് ആവശ്യപ്പെടാനുള്ളൂ. ആ ഒരു സന്തോഷമെങ്കിലും എൻ്റെ മക്കൾ എനിക്ക് താ. എൻ്റെ അമ്മ വിഷമിക്കണ്ട, ഞാനായിട്ട് ഇവിടുന്ന് വഴക്കുണ്ടാക്കി പോവില്ല. കുഞ്ഞി, ആ എന്താ അമ്മ? എന്തു പറ്റി? നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. എനിക്കെന്ത് പറ്റാൻ? അമ്മയ്ക്ക് വെറുതെ തോന്നിയതാവും. എനിക്ക് തോന്നിയതൊന്നുമല്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? വിശക്കുന്നുണ്ടോ എന്റെ കുഞ്ഞിക്ക്? നീ ഒന്നും കഴിച്ചില്ലല്ലോ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടമ്മ. പക്ഷെ ഈ വെജിറ്റബിൾസ് മാത്രം കൂട്ടി എങ്ങനെയാണോ ചോറുണ്ണുന്നേ? എന്ത് ചെയ്യാനാ കുഞ്ഞി, ഇവിടെ കുറച്ചു ദിവസത്തേക്ക് അത് മാത്രമേ കാണൂ. എല്ലാവർക്കും വ്രതമല്ലേ. മുടങ്ങി കിടന്ന ഒരുപാട് പൂജകൾ നാളെ തൊട്ട് കുടുംബക്ഷേത്രത്തിൽ തുടങ്ങും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ, ഇതൊക്കെ തന്നെ കഴിക്കേ നിവർത്തിയുള്ളൂ. ഇതറിഞ്ഞിരുന്നെങ്കിൽ അമ്മമ്മയുടെ ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ ഞാൻ വരത്തുള്ളായിരുന്നു. ഇതിപ്പോ 3-4 ദിവസം. എന്നാ പിന്നെ അമ്മമ്മ നിന്നെ പടിയടിച്ച് പിണ്ടം വെച്ചേനെ. കുഞ്ഞി, അമ്മ വന്നത് അല്ല. എവിടെ മാളു? ഇച്ചിച്ചിയോട് വരാനേ നിപ്പണ്ടല്ലോ. എന്താ അമ്മ? നിന്നോട് പ്രത്യേകിച്ച് അമ്മയ്ക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് അമ്മയ്ക്കറിയാം. എന്നാലും അമ്മയുടെ ടെൻഷൻ എന്താന്ന് നിനക്കറിയാലോ. മാളു, അവളെ നീ ശ്രദ്ധിച്ചോണം. മുകളില് അമ്മയ്ക്ക് എപ്പോഴും വന്നു നോക്കാൻ പറ്റില്ല, അറിയാലോ. അവരും മുകളിലുണ്ട്. ഞാനെൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ അമ്മമ്മയ്ക്ക് ഒറ്റ വാശി. പണ്ട് എങ്ങനെയാണോ കിടന്നിരുന്നത് അതുപോലെ തന്നെ വേണമെന്ന്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അതുമല്ല, നാളെ തൊട്ട് അമ്മ കൂടുതൽ സമയം അമ്പലത്തിലായിരിക്കും. അതുകൊണ്ട് എനിക്കറിയാം അമ്മ, ഇച്ചേ ഞാൻ നോക്കിക്കോളാം. നീയുള്ളതാ അമ്മയുടെ ആശ്വാസം. എന്നാ അമ്മ താഴത്തോട്ട് പോട്ടെ. കുറച്ചു നേരം അമ്മമ്മയുടെ കൂടെ ഇരിക്കണം. അമ്മ, എന്താ കുഞ്ഞി? അല്ലമ്മ, നാളെയല്ലേ വ്രതം തുടങ്ങുന്നേ. ഇന്ന് രാത്രിയിലത്തേക്കെങ്കിലും എനിക്ക്. നീ എന്തൊക്കെയാ കുഞ്ഞി പറയുന്നേ? ഇതൊക്കെ അമ്മമ്മ അറിഞ്ഞോണ്ടല്ലോ വെച്ചിട്ടില്ല. എനിക്ക് പേടിയായി എന്റെ കുഞ്ഞി. എന്റെ അമ്മ, എനിക്ക് ചിക്കനും ഫിഷും ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് 2 മുട്ടയെങ്കിലും സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ അമ്മയ്ക്ക്? വിശന്നിട്ട് മനുഷ്യന്റെ കണ്ണ് കാണുന്നില്ല. കുഞ്ഞി, അമ്മമ്മ ഇതൊക്കെ അറിഞ്ഞ തല പോകുന്ന കേസാ കുട്ടി. ഇല്ല അമ്മ, ആരും അറിയില്ല. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ. ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. എല്ലാരും ഉറങ്ങിയിട്ട് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചോട്ടെ. പ്ലീസ് അമ്മ. കുറുപ്പങ്ങളിനെ കൊണ്ട് 2 മുട്ട ഞാൻ ആരും അറിയാതെ മേടിച്ചു തരാം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഈ പാവത്തിൽ എനിക്ക് പങ്കേയില്ല, മനസ്സിലായല്ലോ? ഇല്ല അമ്മ, ഈ പാവത്തിൽ ഞാൻ ആരും പെടുത്തില്ല. ആരും അറിയില്ല, സത്യം. ഓക്കെ. തൊട്ടടുത്തുണ്ടായിട്ട് പോലും തന്നെ എനിക്കൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോടോ. അപ്പോ ആരും കണ്ടില്ലെങ്കിൽ നമുക്കെങ്ങനെ നിൽക്കാല്ലേ? കുഞ്ഞവിടെ കാണും. എനിക്ക് വേറെ
എന്നെ മാസം കണ്ടാൽ മതി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ ലെറ്റർ നിന്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് നീ വേണ്ടത് ചെയ്യും. കുഞ്ഞൂട്ടനുണ്ടായിരുന്നെങ്കിൽ അവനോടെങ്കിലും കളിച്ചോണ്ടിരിക്കായിരുന്നു. ഇതിപ്പോ അച്ഛൻ അങ്ങനെ നാളെ കൊണ്ടുവരത്തുള്ളൂ. വിശന്നിട്ടാണെങ്കിൽ വയറ്റിൽ ഗാനമേള നടക്കുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ മനഃപൂർവ്വം അതെടുത്ത് കുടിച്ച് നോക്കിക്കോ. നാളെ അവന് ഞാൻ പാഷാണം കളിക്കും. എൻ്റെ അടുത്ത് അവൻ്റെ കളി. ഈ ഇച്ചിച്ചത് അവിടെ പോയി നിലാവ് നോക്കിയിരിക്കാൻ അത്രയ്ക്ക് രസാ എന്നാന്ന് അറിയണമല്ലോ. ഇച്ചേച്ചി, ഇതെന്താ? എൻ്റെ മാസിക്ക് ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ പണ്ടത്തെ പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബ വീട്ടിൽ അപ്പം തന്നെ തന്നോട് സംസാരിക്കണമെന്ന് തോന്നി. എനിക്ക് എഴുതാനെടുത്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലോട്ട് ഇങ്ങനെ ഒരുമിച്ച് വന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിന്നോട് നേരിട്ടാണ്. ആകാശത്തിലെ പൂർണ്ണചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സാക്ഷിയാക്കി നിന്റെ കണ്ണി നോക്കി എനിക്കത് പറയണം. ഒരിത്തിരി സമയം എനിക്കായിട്ട് മാറ്റി വയ്ക്കുമോ നീ? എല്ലാവരും ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുകളിലെ ബാൽക്കണിയിൽ പണ്ട് നമ്മൾ ആരും കാണാതെ അവിടെ ഇരുന്ന് കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? അവിടെ നിന്നെയും കാത്ത് ഞാൻ നിൽപ്പുണ്ടാവും. നീ വരുമെന്ന പ്രതീക്ഷയോടെ നിന്റെ മഹിയേട്ടൻ. ഓഹോ, അപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ? പ്രതീക്ഷയുടെ അവിടെ കാത്തു നിന്നു. ഇച്ചി ഇപ്പൊ തന്നെ വരും. കുഞ്ഞി, ആ ഇച്ചി ഇത്ര നേരം എവിടെയായിരുന്നു? ഇച്ചി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരാൻ പോവായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു കുഞ്ഞി. ലെറ്ററിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്ത്? അല്ല, ഇച്ചേച്ചി എന്താ ഈ തപ്പുന്നേ? ഒന്നുമില്ല കുഞ്ഞി, ഒന്നുമില്ല. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? കുഞ്ഞി, വേണ്ട, ബന്ധം പുതുക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായില്ല. എല്ലാം ചെയ്തുകൂട്ടി വെച്ചിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നതിന് നിങ്ങൾ പണ്ടേ മിടുക്കനാണല്ലോ അല്ലേ? റൂമിൽ ലെറ്റർ ചെയ്ത് വെക്കുമ്പോ ആ റൂമിൽ ഞാനുള്ള കാര്യം എന്തെങ്കിലും നിങ്ങൾ ഓർത്തില്ലേ? നിങ്ങൾ ഒരൊറ്റൊരുത്തം കാരണം ഈ കുടുംബം തന്നെ തകർന്നു പോയി. ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിർത്താൻ ഭാവമില്ലേ? എന്തിനാ എന്റെ ഇച്ചിച്ചിയുടെ പുറകെ എപ്പോഴും നടക്കുന്നേ? സ്നേഹം കാണിച്ച അതിനെ ഇനിയും സങ്കടപ്പെടുത്താനാണോ ഭാവം? എന്തറിഞ്ഞിട്ടേ പറയുന്നേ? സത്യം അറിയാതെ. ഇനി എന്തറിയാനാ? നിങ്ങൾ അറിഞ്ഞിടത്തോളം മതിയായി എനിക്ക്. അത്രത്തോളം വെറുത്തു നിങ്ങളെ. എനിക്കിനി ഒന്നും അറിയണ്ട. ഈ മൈഥിലിക്ക് ജീവനുള്ളിടത്തോളം കാലം തന്റെ മനസ്സിലിപ്പ് നടക്കില്ല. സന്തോഷമായല്ലോ അല്ലേ? അവളുടെ വായിലിരിക്കുന്ന കൂടെ കേട്ടപ്പോ തൃപ്തിയായല്ലോ വലിയേട്ടന്. കുഞ്ഞാണെന്ന് പോലും. നിങ്ങളൊന്നും ഒരു കാലത്തും നന്നായില്ല വലിയേട്ട. ഡി തമ്പുലേട്ടി അവിടെ നിന്ന്. ആ, എന്താ? ഓ, വലിയ തമ്പുലേട്ടിയാണെന്നുള്ള തെറ്റിദ്ധാരണ വല്ലതും ഉണ്ടോ നിനക്ക്?
ഇല്ലടാ, എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. എന്തേ? ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചത് നീ സമ്മതിച്ചാന്നാണല്ലേ? അല്ല, ശരിക്കും എന്താ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ നിനക്ക് പരിഹരിക്കാൻ പറ്റുമോ? എന്ത് പറ്റുമോന്ന്? എന്താടി നിന്റെ വായിൽ നാക്കങ്ങ് ഇറങ്ങിപ്പോയോ? നീ എന്റെ കയ്യിൽ നിന്ന് വിടുന്നതവാ, എനിക്ക് വേദനിക്കുന്നുണ്ട്. വിടാടി. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വലിയേട്ടന് നിന്റെ ചേച്ചി ഇഷ്ടമാണെങ്കിൽ അവൻ വരികയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും, വേണ്ടി വന്ന പലതും ചെയ്യും. കേട്ടല്ലോ? അതിനെ എതിർക്കാൻ ഒരു അനുരാധിക്കും അവരുടെ മക്കൾക്കും പറ്റില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. മാധവ കുഞ്ഞി, കുഞ്ഞി, അമ്മ. എന്റെ കൃഷ്ണ, അമ്മയൊന്നും കാണില്ല. കുഞ്ഞി, ഷടാ, ഈ കുട്ടി ഇത് എവിടെ പോയി? റൂമിലില്ല. നിന്റെ അമ്മയെ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ? മാധവ, വേണ്ട. അങ്ങനെ പറയല്ലേ. നമ്മളിങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയൊന്ന് വിളിച്ച് കാണിച്ചു കൊടുത്താലോ? അതിന് ഞാനിത് അടുത്തൊന്നും അല്ലല്ലോ. അല്ലേ? ഇപ്പൊ നോക്ക്, ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരു ഉറുമ്പിനെ പോലും കളിക്കല്ല മാധവ, മാറുന്നു. കിടന്ന് ചിലക്കാതടി. മര്യാദക്ക് നിന്നോ എൻ്റെ അമ്മ ഒന്നും അറിയാതെ പോകും. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തവരോട് നീയും മിണ്ടുന്നത് ഇഷ്ടമല്ലല്ലോ അല്ലേ? അപ്പോ നമ്മൾ മിണ്ടിയ പ്ലീസ്. ഐ എം സോറി. ഷടാ, ഈ കുട്ടി ഇതെവിടുന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ നീ തീരുമാനിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന്? ഞാൻ വിചാരിച്ച നിന്റെ സകല പ്ലാനുകളും തെറ്റും. വേണോ? വേണോ അത്? പോടാ, മാറി നിൽക്കണം എന്റെ മുന്നിൽ നിന്ന്. നിന്നെ ഞാൻ എടുത്തോളാടി മൈദില് മോളെ. കുഞ്ഞു, നീ എവിടെയായിരുന്നു? അത് ഞാൻ പുറത്ത് ബാൽക്കണിയില്. അമ്മ വന്ന് വിളിച്ചോന്ന് നീ കേട്ടില്ലേ? ഇല്ല. എന്താ ചേച്ചി? ഞാൻ വാഷ്റൂമിലായിരുന്നു. അമ്മ വന്ന് ഒരുപാട് വിളിച്ചു. നീ താഴെ അമ്മമ്മയടുത്ത് കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അമ്മ പോയി കണ്ടോളൂ ചേച്ചി. ഓക്കെ. അല്ല, അതെ, നീ എന്തോ മേടിക്കാൻ പറഞ്ഞില്ലേ? അത് കിച്ചണിലെ കബോർഡിൽ വെച്ചിട്ടുണ്ടെന്നോ എന്തൊക്കെയോ അമ്മ പറയുന്നുണ്ടായിരുന്നു.
ആ ആ ഓക്കെ ചേച്ചി. അതെന്താ ഒരു കള്ളച്ചിരി? അല്ല നീ എവിടെയൊക്കെ പോകുന്നേ? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാൻ അമ്മയെ കുർത്തക്കേടൊന്നും ഒപ്പിക്കാനല്ലോ പോകുന്നല്ലേ? ഞാനോ? എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? സത്യം പറ കുഞ്ഞി, നീ ഇവിടെ പടക്കമൊന്നും മേടിച്ചു വെച്ചിട്ടില്ലല്ലോ അല്ലേ? ചേച്ചി അല്ല, പറയാൻ പറ്റില്ല. നീ വേണമെങ്കിൽ ഇനിയും അതൊക്കെ ചെയ്യും. പടക്കം പൊട്ടിക്കാനൊക്കെ പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അമ്മമ്മയുടെ സത്യത ഇടണം. ഒരു കൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, അവന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാൻ. എന്താന്ന്? ഏയ് ഒന്നുമില്ലേ ചേച്ചി. അല്ല ചേച്ചി ഉറങ്ങുന്നില്ലേ? പിന്നെ വേണം, നല്ല ക്ഷീണമുണ്ട്. അല്ല നീ എന്തെടുക്കാൻ പോവാ? നീ ഉറങ്ങുന്നില്ലേ? എനിക്കൊന്ന് കുളിക്കണം. പിന്നെ വേറെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. എന്ത് പരിപാടി കുഞ്ഞി? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ചേച്ചി കിടന്നോ? അതെ, റൂമില് ലൈറ്റ് ഓഫ് ആക്കണ്ട കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടെ. നീ പൊയ്ക്കോ, ഞാൻ ഇങ്ങനെ അങ്ങ് കിടന്നോളാം. ഈശ്വര ദൈവമേ, എല്ലാവരും ഉറങ്ങി കാണുന്നു. ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാൻ വല്ല ബുൾസയോ ഓംലെറ്റോ എന്തേലും അടിച്ചിട്ട് പോയിക്കോളാം. ആരറിഞ്ഞാലും അമ്മമ്മ മാത്രം അറിയാതിരുന്നാൽ മതി. അമ്മമ്മ അങ്ങനെ അറിഞ്ഞ പാതിരാത്രിയാണെന്നും നോക്കില്ല, എന്ത് മിക്കവാറും ഇറക്കിവിടും. വിശപ്പുണ്ട്, ഇതൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ ഭഗവാന്. അതുകൊണ്ടൊന്ന് കണ്ണടച്ചേക്കണേ പ്ലീസ്. വ്രതമൊക്കെ നമുക്ക് ഇനി എടുക്കാമല്ലോ. അയ്യോ പോലെ, എൻ്റെ പൊന്നു മോട്ടെ, ഈ പൊരുണ്ട് കളിക്കാനുള്ള സമയമല്ല. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മാത്രം ഞാൻ എടുക്കണം. തവക്കൊക്കെ വീണാൻ കണ്ട സമയം പൊക്കോണമെന്നു. ഓഹോ, അപ്പ അവിടെ പണി തുടങ്ങിയല്ലേ? ഇത് നീ ചെയ്യുമെന്ന് ഞാൻ അപ്പോഴേ ഉറപ്പിച്ചതാ. ഇത് വെയിറ്റ് ചെയ്ത് ഞാൻ ഇത്ര നേരം ഇരിക്കായിരുന്നു. എന്ത് മതവ നീ പോയെ? ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന അച്ചടി, നീ എപ്പോഴാ സമാധാനത്തിന് പാതയിലോട്ട് പോയെ? ഒരു 2 മണിക്കൂർ മുമ്പ് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഒരു പൂക്കുലയും കൂടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് തുല്ലേനല്ലോ. എന്തിട്ടാ കേടാ, രാത്രിയിൽ എന്നെ ഒന്നും കഴിക്കാനും സമ്മതിച്ചില്ല. ഇപ്പൊ നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? നീ എന്തിനാ എന്റെ മുന്നിൽ കയറി നടക്കുന്ന? എന്താ? അയ്യോ ഒന്നുമില്ല എന്റെ പൊന്നോ. കുഞ്ഞി കൂൾ ഡൗൺ. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്ന സമയമല്ല. എന്തോ നാടി നിന്ന് പൊറുകൊടുക്കുന്ന ഇത് ഞാൻ അങ്ങ് എടുക്കും. തിണ്ടി മര്യാദയ്ക്ക് അതവിടെ വെച്ചിട്ട് പൊക്കും. അങ്ങനെ നീ പൊട്ടിക്ക് തിന്നണ്ടടി. മാധവ ദേവന് തരാനാ പറഞ്ഞ. ചോറിയാണെങ്കിൽ മേടിക്കടി. മാധവ 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 നീ പോടി. മാധവ മര്യാദയ്ക്ക് അതിന് തന്നു താരം എനിക്ക് സൗകര്യമില്ലടി. ഓക്കെ ഞാൻ തരാം, പക്ഷെ ഇതിന്റെ പകുതി എനിക്ക് വേണം. എങ്ങനെ? ഇതിന്റെ പകുതി തന്നാ ഇപ്പൊ പ്രശ്നം ആരും അറിയാതെ ഇവിടെ തീരും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ആരും അറിയാതെ ഉണ്ടാക്കിയതിന്റെ പകുതി നിനക്ക് തരണമല്ലോ? ഓഫ് കോഴ്സ്. ഓക്കെ. എന്താ?
ഓക്കെ എന്നാ ആദ്യം ആ പ്ലേറ്റിംഗ് ഇതാ. അതെന്തിനാ നിനക്ക് ഈ പ്ലേറ്റ്? ഇത് ഹാഫ് ആക്കണ്ടേ? ശരിക്കും ഇവളെനിക്ക് തരാൻ പോകണം. നോക്കി നിൽക്കാതെ പ്ലേറ്റിംഗ് ഇതാ. എന്നാ ഓഹോ ഓഹോ അച്ഛമ്മേ, എന്നോട് കൂടുതൽ കളിക്കാനൊന്നും ഉണ്ടല്ലോ. അച്ഛമ്മേ. ദേ മാധവ, മാധവ, ഒന്ന് പോടി അവിടെ അമ്മമ്മയുടെ മാധവൻ. ഹായ് ഹായ് അച്ഛമ്മ. അമ്മമ്മ. വിളിക്കണ്ട, നീ അങ്ങോട്ട് നീ നിൽക്ക്. ആഹാ, മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. മുട്ട അപ്പൊ അതോ? സോറി അമ്മമ്മ, അത് വേണ്ട, വിശദീകരണം ഇപ്പൊ വേണ്ട. അച്ഛമ്മ അച്ഛമ്മ ഈ കഴിയുണ്ടല്ലോ, ഇവിടെ കിടന്ന് അലറുന്നുണ്ടായിരുന്നല്ലോ. അല്ല എന്താ മാതിരി, നിന്റെ അമ്മൂമ്മയുടെന്നോ? അല്ല, അത് അച്ഛമ്മ വേണ്ട, ഇനി നിന്റെ വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നീയൊക്കെ എന്താ വിചാരിച്ചേ? ഞാൻ ഇതൊക്കെ കേട്ടോണ്ട് അകത്തുണ്ടായിരുന്നു. അമ്മ എന്താ, ഇനി നിനക്ക് ഇതിൽ പങ്കുണ്ടോ? അപ്പൊ ഇത് ഉണ്ടോന്ന്? ഏയ് ഇല്ലമ്മ, ഞാനൊന്നും അറിഞ്ഞില്ല. അനി നീയോടാ? ഏയ് ഞാൻ ഈ രാജ്യക്കാരനെയല്ല. അച്ഛൻ ഏതച്ഛൻ? സൂസൻ നീ വാ, നമുക്ക് നാളെ രാവിലെ കാണാം. ശരി എന്നാ പോട്ടെടാ മോനെ. വേണ്ട, രണ്ടാളും വിളിക്കണ്ട, രണ്ടുപേര് ചെയ്തതും ഞാൻ കണ്ടു. അച്ഛമ്മ അത് വേണ്ട, ആരും ഒരു വിശദീകരണത്തിനും വരണ്ട. അറിയാലോ, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. അമ്മമ്മ. ഒന്നും പറയണ്ട കുട്ടി, ഇറങ്ങിക്കോ. തറവാട്ടില് ഇന്നു മുതൽ ഇതൊന്നും കേട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇതൊക്കെ അറിഞ്ഞോണ്ട് അച്ഛനും ഞാനൊന്നും ചെയ്തില്ലല്ലോ. വേണ്ട, കുട്ടി എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടു. രണ്ടുപേരും വെളിയിൽ ഇറങ്ങിക്കോ. അമ്മമ്മ ഒന്നും പറയണ്ട, രണ്ടുപേരും ഒന്ന് വെളിയിൽ കിടന്നുറങ്ങിയാ മതി. അമ്മമ്മ പ്ലീസ് അമ്മമ്മ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്കൊന്നും കേൾക്കണ്ട കുട്ടി, ഇറങ്ങിക്കോ രണ്ടാളും. കാലമോടൻ, ഈ ഒരു ഒറ്റ കാരണാടാ ഇപ്പൊ അമ്മമ്മയല്ല പറഞ്ഞേ. ആണോ? കണക്കായിപ്പോയി. കൊട്ട ഒന്നിപ്പോ ആലോചിക്കണായിരുന്നു കള്ളി. എന്നെ കള്ളി വിളിച്ചോണ്ടല്ലോ. എന്നെ ഇനി കൊട്ട എന്നാളെ ഞാൻ സത്യഭാവനം വിളിക്കാം. കള്ളി, വെറും കള്ളി. മാധവ, രാത്രി ആയതുകൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ സമ്മതിച്ചത്. ഇവിടെ കിടന്ന് വഴക്കിടാനാണ് രണ്ടുപേരുടെ ഉദ്ദേശമെങ്കിലും രാത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. പഠിപ്പൊക്കെ വെളിയിൽ നിൽക്കേണ്ടി വരും രണ്ടാളും. കേട്ടല്ലോ? മാധവി, മാധവി, ഒന്ന് ഇത്രയിടം വരെ വരിക. എന്താ പാർവതിമ? നീ നോക്കു മാധവി, ഇന്നലെ കണ്ട കീരിയും പാമ്പും ആണോന്ന്. പിശാചൻ.